നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് ദിവസങ്ങൾക്കകം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചിരിക്കുന്നു. അമേരിക്കയും ഇറാനും ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ വലിയ ഏറ്റുമുട്ടലുകൾ നടത്തുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നുമുണ്ട്. ഇത് പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയാണ് പുതിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അങ്ങനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കാൻ കഴിയില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേതാണെന്നുമാണ് ഇറാൻ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവഴി കടന്നുപോകുന്ന കപ്പലുകൾ തങ്ങളുടെ അനുവാദത്തോടുകൂടി മാത്രമേ കടന്നുപോകാവൂ എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഇറാൻ ഈ കപ്പലുകളിൽ നിന്നും വൻതുക ടോൾ പിരിക്കുന്നുണ്ട്. ഇത് അമേരിക്ക ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഈ മേൽക്കൈ അവസാനിപ്പിക്കാനായി ഒമാനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒമാൻ തീരത്തോടുകൂടി ഈ അമേരിക്ക പുതിയൊരു കപ്പൽ പാത തുറന്നിരിക്കുകയാണ്. അതുവഴി കഴിഞ്ഞ 2-3 ദിവസമായി കപ്പലുകൾ പോവുകയും ചെയ്യുന്നു. ഇതാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ പാതയിലൂടെ കടന്നുപോയ കപ്പലുകളെ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചു. സിംഗപ്പൂർ പതാകയുമായി പോയ ചരക്ക് കപ്പലിനെയാണ് ഇറാൻ ആദ്യം ആക്രമിച്ചത്. രണ്ടാമത് പനാമ പതാക വഹിച്ചിരുന്ന കിക്കു എന്ന് പറയുന്ന മറ്റൊരു ചരക്ക് കപ്പലിന് നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ചരക്ക് കപ്പലുകളെ ആക്രമിച്ചതിനെയാണ് ഇപ്പോൾ അമേരിക്ക ശക്തമായി അപലപിക്കുന്നത്. ചരക്ക് കപ്പലുകളെ ആക്രമിച്ചതിനെതിരെ അമേരിക്ക തിരിച്ചടി നൽകിയിരുന്നു. അതായത് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ശക്തമായ ആക്രമണം നടത്തി ഇറാന്റെ ചിറകൊടിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതായത് ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ ശേഖരണ കേന്ദ്രങ്ങൾ, മൈൻ ലെയർ സംവിധാനങ്ങൾ എന്നിവിടങ്ങളിലാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് ഇതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ മേഖലകളിൽ സാഹസം കാട്ടിയാൽ ഇറാനെ തീർത്തു കളയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും ചർച്ചാ മേശയ്ക്കിരുന്ന് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ആ സമാധാന ഉടമ്പടിയുടെ തുടർ ചർച്ചകൾ സിംഗപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്രമണം യുദ്ധമേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തമായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആക്രമണങ്ങളെ കാരണമാക്കി കാട്ടിക്കൊണ്ട് ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുമോ എന്നറിയില്ല. അമേരിക്ക ഇറാനെതിരെ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇറാൻ ഈ ആക്രമണങ്ങൾക്കെതിരെ ഗൾഫ് മേഖലയിൽ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലും ബഹ്റൈനിലുമെല്ലാം ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ബഹ്റൈനിൽ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതായത് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം ഇറാനും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലത്തിലേക്ക് ഉയരുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറുമോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറുഭാഗത്ത് ലെബനനിലും ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. ലെബനനിൽ ആക്രമണം നടത്തരുത് എന്ന് ഇറാൻ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാനുള്ള ഒരു ഉപാധിയായി പറഞ്ഞിരുന്നു. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നിർത്തുമെന്ന് അമേരിക്ക ഉറപ്പുകൊടുത്തിരുന്നു. എന്നാൽ അമേരിക്കയുടെ വാക്കുകൾ കേൾക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം ഇപ്പോഴും ലെബനനിൽ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇങ്ങനെ പലരുടെയും വാക്കുകേട്ട് ഞങ്ങൾ ആക്രമണം നിർത്തിയാൽ ഒടുവിൽ ഞങ്ങൾക്ക് തന്നെ അതൊരു വലിയ പാരയായി മാറുമെന്നും കനത്ത ആക്രമണം ഇവരൊക്കെ പിന്നീട് ഇസ്രായേലിന് നേരെ നടത്തുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വാക്ക് കേൾക്കേണ്ട കാര്യം തങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടും അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട കരാറിൽ തങ്ങൾക്കെന്ത് കാര്യമെന്ന് ചോദിച്ചുകൊണ്ടുമാണ് ലെബനനിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. ഈ ആക്രമണത്തിനെതിരെ ഇറാൻ ശക്തമായി രംഗത്തുണ്ട്. സമാധാന ചർച്ചയിൽ നിന്നും പിന്മാറുമെന്ന ഭീഷണി പോലും ഇറാൻ നൽകുന്നുമുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയും ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്നു. വെടിനിർത്തൽ കരാറിന് എന്ത് പ്രസക്തിയാണുള്ളത്? സമാധാന കരാറിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ രീതിയിലാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം കനക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും കനക്കുന്നത് എണ്ണവില ഉയർത്തുമോ എന്ന ആശങ്കയും ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം എണ്ണവില കഴിഞ്ഞ ദിവസം ബാരലിന് $74 എന്ന ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് എത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്ന് കണ്ടതോടുകൂടി
കൂടിയാണ് എണ്ണവില താഴ്ന്നത്. എന്നാൽ പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ എണ്ണവില ഉയരുകയും ചെയ്യും. ഇവിടെയും ഈ യുദ്ധ സാഹചര്യത്തെ മുതലെടുത്തും ചില കച്ചവട താൽപ്പര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനടക്കം ഈ കച്ചവട താൽപ്പര്യങ്ങളുണ്ട് എന്നാണ് സൂചന. അതായത് യുദ്ധമൊന്നുമില്ല, ഇതാ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് ഇരു രാജ്യങ്ങളും പറയുമ്പോൾ എണ്ണവില കുറയും. ആ സമയത്ത് എണ്ണ കൂടുതൽ വാങ്ങിക്കൂട്ടുകയും പിന്നീട് യുദ്ധമുണ്ടാകുമ്പോൾ എണ്ണവില കൂടുമ്പോൾ ആ എണ്ണ വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇവിടെ നടത്തുന്നു എന്ന ആരോപണവും രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെതിരെ അമേരിക്ക നടത്തിയ നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ നീക്കങ്ങളായിരുന്നു. ഇനി ഇറാന്റെ ആകാശത്തുകൂടി പറന്ന് ഏത് അമേരിക്കൻ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾക്കും എവിടെയും ബോംബിടാം എന്ന സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആദ്യഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തകർത്തിരുന്നു. പിന്നീട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്ത ഇറാനെ പിന്നീട് ബോംബിട്ട് തകർക്കുന്നതാണ്, മുഴുവനായും തകർക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ വെടിനിർത്തൽ കരാറിന് ശേഷം ഈ വ്യോമ പ്രതിരോധ സംവിധാനം പുനഃസ്ഥാപിക്കാനാണ് ഇറാൻ ആദ്യ പ്രാമുഖ്യം നൽകിയത്. അങ്ങനെ ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനം വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രെഡേറ്റർ വിമാനങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഡ്രോണുകളുമെല്ലാം ഇറാൻ വെടിവെച്ചിട്ടത്. ഈ വ്യോമ പ്രതിരോധ സംവിധാനം നിലനിൽക്കെ വീണ്ടും പഴയതുപോലെ ഇറാനിൽ കയറി അടിക്കാൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ തന്നെ നടത്തിയ ഒരു പ്രകോപനത്തിൻ്റെ ഭാഗമായി അമേരിക്ക ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമിച്ച് തകർത്തിരിക്കുന്നു. ഇനി ശക്തമായ ബോംബിംഗ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്കും നടത്താം. പക്ഷേ ഹോർമൂസ് കടലിടുക്ക്, അതോടൊപ്പം തന്നെ ആണവ സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയം, ഇതൊക്കെ വെച്ചുകൊണ്ട് സമാധാന ചർച്ചകൾക്കിടയിൽ ഇറാൻ വിലപേശുകയുമാണ്. സമാധാന ചർച്ചകൾ ഈ സംഘർഷത്തിനിടെ എങ്ങനെ പര്യവസാനിക്കുമെന്നറിയില്ല. പക്ഷേ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വീണ്ടും സങ്കീർണതയിലേക്ക് പോവുകയാണ്. മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്.